കോട്ടയം ലോക്സഭാ മണ്ഡലത്തിലെ NDA സ്ഥാനാർത്ഥി തുഷാർ വെള്ളാപ്പള്ളി ഇപ്പോൾ നമ്മളോടൊപ്പം ചേരുകയാണ്. ഇപ്പോൾ ഒരു സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിക്കുന്നതിൽ ഏതെങ്കിലും തരത്തിൽ ഒരു ചെറിയ തടസ്സങ്ങൾ നേരിട്ട പോലെയൊക്കെ ആയിരുന്നു. ഇനി എങ്ങനെയാണ് പ്രചരണ രംഗത്തേക്ക് ഇറങ്ങുന്നത്? അത് നമുക്ക് മാത്രമാണ് ഈ പ്രചരണ രംഗത്ത് വലിയ അങ്ങോട്ടും ഇങ്ങോട്ടും പ്രശ്നമുണ്ടാകും. ഞങ്ങൾക്ക് ആർക്കും ഒരു പ്രശ്നമില്ല. വളരെ സജീവമായിട്ട് തന്നെ പ്രവർത്തനം നടന്നുകൊണ്ടിരിക്കുകയാണ്. 18-ാം തീയതി അവിടെ പിന്നെ ലോഞ്ചിങ് ഉണ്ടാവും. അതിനുശേഷം ശക്തമായിട്ടുള്ള പ്രവർത്തനങ്ങൾ മുഴുവൻ കേരളത്തിൽ അവിടെ ഈ നിയോജകമണ്ഡലം മുഴുവൻ ഉണ്ടാവും. പ്രചരണ രംഗത്ത് പ്രത്യേകിച്ച് ഈ മധ്യ തിരുവിതാംകൂറിൽ റബ്ബർ വിഷയം ഒരു പ്രധാനപ്പെട്ട വിഷയമാണ്. ടൂറിസം വിഷയങ്ങൾ പ്രധാനപ്പെട്ട വിഷയമാണ്. എന്തൊക്കെയായിരിക്കും പ്രധാനമായും ഈ ഒരു ചർച്ചാ വിഷയമാക്കി കൊണ്ടുവരിക? റബ്ബർ, അതുപോലെ തന്നെ ടൂറിസം, അതുപോലെ തന്നെ ഇവിടുത്തെ നെൽകർഷകരുടെ പ്രശ്നം, ഈ വിഷയങ്ങളെല്ലാം. അതുകൂടാതെ കോട്ടയം സംബന്ധിച്ചിടത്തോളം ഇവിടെ വ്യവസായ സ്ഥാപനങ്ങൾ, റബ്ബർ അധിഷ്ഠിത വ്യവസായ സ്ഥാപനങ്ങൾ ഉൾപ്പെടെയുള്ള പല വിഷയങ്ങൾ ഇവിടെ ഉണ്ട്. ഒറ്റ വ്യവസായ സ്ഥാപനങ്ങൾ പോലും കോട്ടയം നിയമസഭ അല്ലെങ്കിൽ കോട്ടയം ജില്ലയിൽ തന്നെ ഇപ്പോൾ ഇല്ല. ആകെ MRF മാത്രമാണ് ഇപ്പോൾ ഉള്ളത്. ബാക്കിയുള്ളൊരു ഫാക്ടറി പോലും വരാനുള്ള സാധ്യതകൾ ഇല്ലാതിരിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. അതെല്ലാം ചർച്ച ചെയ്യപ്പെടും. പ്രധാനമായിട്ടും ഇപ്പോൾ പ്രാദേശിക കക്ഷികൾ തമ്മിലുള്ളൊരു മത്സരത്തിനാണ് കോട്ടയം സാക്ഷ്യം വഹിക്കുന്നത്. 2 കേരള കോൺഗ്രസുകൾ ഒപ്പം BDJS രംഗത്തേക്ക് വരികയാണ്. എങ്ങനെയായിരിക്കും, ഏത് തരത്തിലായിരിക്കും നമുക്കൊരു സ്കോറിംഗ് ചെയ്യാൻ കഴിയുക എന്നുള്ള നമ്മുടെ ആത്മവിശ്വാസം എങ്ങനെയാണ്? കാര്യം 2 പേരെ ജയിപ്പിച്ചാലും അവരെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യ കക്ഷിയുടെ ഭാഗം എന്നുള്ളതല്ലാതെ അവർ രണ്ടും ഒരുമിച്ച് ഒരാളായിട്ട് മത്സരിക്കേണ്ടതായിരുന്നു. അല്ലാതെ രണ്ടായിട്ട് മത്സരിക്കുന്നത് ശരിയല്ലല്ലോ. കാര്യം അവർ 2 പേര് ജയിച്ചാലും പോകേണ്ടത് ഇന്ത്യ എന്ന് പറയുന്ന മുന്നണി വേണം പോകാൻ. ആ 2 പേർക്ക് അവർക്ക് തന്നെ അറിയാം. ഈ കോൺഗ്രസ് സംബന്ധിച്ചോളം ഏതാണ്ട് 38 36 സീറ്റ് കിട്ടുന്നതാണ് അവരുടെ തർക്കം. അവിടെ അതേ സമയത്ത് NDA സംബന്ധിച്ചോളം 101 401 408 എന്നുള്ള മാത്രമേ സംശയമുള്ളൂ. അതായത് 400 സീറ്റിന് മുകളിൽ ഏറ്റവും കുറഞ്ഞ NDAക്ക് സീറ്റ് കിട്ടുന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അതായത് ജയിക്കുന്ന ഒരാളെ ഇവിടുന്ന് ജയിപ്പിച്ച് വിട്ടാൽ മാത്രമേ ഇവിടുത്തെ അവിടെ NDAയുടെ ഒരാളെ ജയിപ്പിച്ച് ഇവിടുന്ന് വിട്ടാൽ മാത്രമേ ഇവിടുത്തെ കേന്ദ്രത്തിലെ ഡെവലപ്മെന്റ് ഇവിടെ എത്തിക്കാൻ കഴിയൂ. അത് സാധാരണ ജനങ്ങൾക്ക് മുഴുവൻ ബോധ്യമുള്ള കാര്യമാണല്ലോ. അതുകൊണ്ട് തീർച്ചയായും അതിന്റെ ബെനിഫിറ്റ് നമുക്കിവിടെ കിട്ടും എന്നുള്ള കാര്യം സംശയം ഞങ്ങൾക്കില്ല. സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിക്കുന്നതിന് മുമ്പ് മണ്ഡലത്തിലുടനീളം മതമേലധ്യക്ഷന്മാരെല്ലാം കണ്ട് അനുഗ്രഹം തേടുകയുണ്ടായിരുന്നു. എന്തായിരുന്നു പൊതുവെയുള്ള അവരിൽ നിന്നെല്ലാം ലഭിച്ചിട്ടുള്ള ഒരു പ്രതികരണങ്ങൾ? ഈ തരത്തിൽ അവരെ വളരെ പോസിറ്റീവായിട്ടാണ് എല്ലാ തരത്തിലുള്ള സഹായങ്ങളും എല്ലാ ഭാഗത്തും ഞങ്ങൾക്കുണ്ട്. ഇപ്പോൾ ചില പ്രധാനപ്പെട്ട സാമുദായിക നേതാക്കന്മാരുമായിട്ടും കൂടിക്കാഴ്ച നടത്തിയിരുന്നു, ചില സംഘടനകളുമായിട്ടും കൂടിക്കാഴ്ചകൾ നടത്തിയിരുന്നു, അവരുടെ പരിപാടികളെല്ലാം പങ്കെടുത്തിരുന്നു. അവരുടെയൊക്കെ റെസ്പോൺസ് എന്തായിരുന്നു? അവരെല്ലാവരും വളരെ പോസിറ്റീവായിട്ട്. കാരണം ഇവിടെ ഈ പറയുന്ന 2 പേര് നിന്നിട്ടും പ്രയോജനമില്ല. ഇവിടെ NDAയുടെ ഒരാൾ ജയിച്ചു വന്നാൽ മാത്രമേ കേന്ദ്രത്തിൽ നിന്ന് കിട്ടേണ്ട ആനുകൂല്യങ്ങൾ കേരളത്തിലെ കോട്ടയം നിയോജകമണ്ഡലത്തേക്ക് എത്തിക്കാൻ കഴിയൂ എന്ന് പരിപൂർണ ബോധ്യമുള്ള ആളുകളാണ് അവരെല്ലാവരും. അവർ ഞങ്ങൾക്ക് വേണ്ട എല്ലാ സഹായം ചെയ്യാമെന്നാണ് വാഗ്ദാനം ചെയ്തിട്ടുള്ളത്. 18-ാം തീയതി നടക്കുന്ന തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ സംസ്ഥാന നേതാക്കളും കേന്ദ്ര നേതാക്കളും ഒക്കെ തന്നെ അതിവിടുന്ന് ഞങ്ങളുടെ ഇവിടുത്തെ സുരേന്ദ്രജി ഉൾപ്പെടെയുള്ള സംസ്ഥാന നേതാക്കന്മാരൊക്കെയാണ് വെച്ചിട്ടുള്ളത്. എന്തായാലും പ്രചരണ രംഗത്തേക്ക് സജീവമായി കഴിഞ്ഞിരിക്കുന്നു തുഷാർ വെള്ളാപ്പള്ളി. കോട്ടയത്ത് നിന്നും വീഡിയോ ജേർണലിസ്റ്റ് രഞ്ജിത്ത് കളത്തിപ്പിടിക്കൊപ്പം റിപ്പോർട്ടർ പ്രശാന്ത് തോട്ടുങ്കൽ, ഇൻ റിപ്പോർട്ടർ, കോട്ടയം.